ഈ ലക്ഷണങ്ങൾ കണ്ടപ്പോൾ അവരെ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഐസൊലേറ്റഡ് വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. പരിശോധന റിസൾട്ട് വന്നിട്ടില്ല. പക്ഷേ പ്രാഥമികമായി നോക്കുമ്പോൾ ഭയപ്പെടാനില്ല എന്നാണ് മെഡിക്കൽ സൂപ്രണ്ട് പറഞ്ഞത്. പക്ഷേ പരിശോധനാ ഫലം ഇന്ന് വൈകുന്നേരത്തോടുകൂടെ കിട്ടും. അത് ഐസൊലേറ്റഡ് വാർഡിലേക്ക് പേഷ്യൻറ്റിനെ മാറ്റി സ്ഥിരീകരിച്ചിട്ടില്ല. അയാൾ തയ്യാറാക്കി. വീണ്ടും തൃശ്ശൂരിൽ ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പം ഷിഗല്ല രോഗം പലയിടങ്ങളിൽ ഇന്നലെ ജില്ലാ കലക്ടർമാരുടെ യോഗം വിളിച്ചിരുന്നു. DMOമാരുടെയും വീഡിയോ കോൺഫറൻസ് ആയിരുന്നു. എല്ലാ പ്രതിരോധത്തിനുള്ള മാർഗങ്ങളും ആരാഞ്ഞിട്ടുണ്ട്. അതിൽ പക്ഷേ ഈ പരിസര ശുചീകരണം ഒരു പ്രധാന ഘടകമാണ്. ലോക്കൽ ബോഡിയെയും അതുപോലെ തന്നെ ഫുഡ് സേഫ്റ്റിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ ഹോട്ടലുകളിലും തട്ടുകടകളിലും പരിശോധനയുണ്ട്. വിദ്യാലയങ്ങളിലെ കിണറുകളിലും ബോർവെല്ലിലും പരിശോധിക്കാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വ്യാപനം തടയാനുള്ള നടപടികളാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആശങ്കപ്പെടാനില്ല. പക്ഷേ അവർ സുഡാനിൽ നിന്ന് അവർ നേരെ ഉഗാണ്ടയിൽ പോയി. ഉഗാണ്ടയിൽ നിന്നാണ് അവർ കേരളത്തിലേക്ക് വരുന്നത്. അപ്പോൾ കേരളത്തിലെത്തിയതിന് ശേഷമാണ് ഇവർക്ക് ഈ അസുഖം ബാധിച്ച്. ഞാൻ മനസ്സിലാക്കുന്നത് പ്രാഥമിക റിപ്പോർട്ടിൽ, ഇന്നലെ രാത്രിയാണ് റിപ്പോർട്ട് കിട്ടിയത്, പ്രാഥമിക റിപ്പോർട്ടിൽ അവരുടെ ബന്ധുക്കളൊക്കെ പാലയിലുണ്ട്. അതുകൊണ്ടാണ് അസുഖം വന്നപ്പോൾ പാല ആശുപത്രിയിൽ അഡ്മിറ്റാക്കിയത്. പക്ഷേ ഈ രോഗലക്ഷണങ്ങൾ കണ്ടതും ഉഗാണ്ടയിൽ നിന്ന് വന്നതുകൊണ്ടും 1% പോലും റിസ്ക് എടുക്കാതെ പെട്ടെന്ന് തന്നെ അവരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഇന്ന് പരിശോധനാ ഫലം കിട്ടും. ഉണ്ട് എല്ലാം ഒബ്സർവേഷൻ. ഇവർ അന്ന് ഒറ്റയ്ക്കാണ്. കോട്ടയത്ത് എല്ലാ സജ്ജീകരണം ഞങ്ങളിപ്പോൾ നേരത്തെ തന്നെ മെഡിക്കൽ കോളേജുകളിൽ ഈ എബോളയുടെ അലർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എബോള രോഗം വന്നു കഴിഞ്ഞാൽ ധരിക്കേണ്ട PPE കിറ്റ് ഉൾപ്പെടെ ഞങ്ങൾ നേരത്തെ തന്നെ സജ്ജീകരിച്ച് വെച്ചിരുന്നു. അതെടുക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടായത്. ഒട്ടും ഇപ്പോൾ ഭയപ്പെടേണ്ട കാര്യമില്ല. പക്ഷേ 1% പോലും റിസ്ക് എടുക്കില്ല. DME ആണ് പദ്ധതി കോർഡിനേറ്റ്. സുഡാനിൽ നിന്നെത്തിയ പാലാ സ്വദേശിനിക്കാണ് എബോള എന്ന സംശയമുണ്ടായിട്ടുള്ളത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയാണ് 52-കാരി. നേരത്തെ സൗത്ത് സുഡാനിൽ നിന്ന് യുഗാണ്ട വഴിയാണ് കേരളത്തിലേക്ക് എത്തിയത്. ഈ കണക്ഷൻ ഫ്ലൈറ്റിന് യുഗാണ്ടയിൽ ഇറങ്ങിയിരുന്നു. യാത്ര കഴിഞ്ഞെത്തിയതിന് പിന്നാലെ കടുത്ത ഛർദിയും ഷുഗർ ഉയർന്ന നിലയിലുമായിരുന്നു. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം രാത്രി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.